സന്ദീപ് വാര്യർ മതസൗഹാർദ്ദ പോസ്റ്റ് എഴുതിയതിന് 1 വർഷം മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. 3 പെൺകുട്ടികൾ പോയതിനെയാണ് 32,000 ആക്കി കാണിച്ചിരിക്കുന്നത്. അല്ല, എന്നിട്ട് എന്തുകൊണ്ടാ രാഹുൽ RSSനെയും BJPനെയും ഞാൻ തള്ളി പറയുന്നില്ല, അവരെ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്? കയ്യില് സ്വസ്തികം കൂടി പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ എന്താ ഈ മതമൊക്കെ വിട്ട് നല്ല മനുഷ്യനായി ജീവിച്ചൂടെ? എന്തിനാ മതം? ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു പരാതി ഉന്നയിച്ചാൽ രാഹുൽ ഒറ്റയടിക്ക് ഈ പുരുഷന്റെ കൂടെ നിൽക്കുന്നു. അവൻ എന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം അവന്റെ ഫോണിൽ വീഡിയോ എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി. ആദ്യത്തെ ദിലീപ് അനുകൂലി ഞാനായിരുന്നു എന്ന് എന്റെ നെഞ്ച് ചവിട്ടിയിട്ടേ കയറൂന്ന് ഞങ്ങളുടെ ചാനലിൽ വന്ന് പറയണേ. ഞാൻ ചോദിച്ചു, എന്താ ജി അങ്ങനെ പറയുന്നതിന്റെ റീസൺ? അത് കാരണം നാളെ നിങ്ങൾ തോക്കുമല്ലോ, തോക്കുമ്പം രാഹുലിനെ ട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയാണ്. ശബരിമലയെ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ നോക്കുകയാണ്. ഞാൻ സുനിതാജിയോട് അത് ബാലൻസിംഗ് അല്ല. കുമ്മനംചേട്ടൻ ഒരിക്കലും അവരെ തെളിവ് പറയില്ല. കാര്യം കുമ്മനംചേട്ടൻ ഒരു വിശ്വാസിയാണ്. രാഹുലിന്റെ ആദ്യ പുസ്തകം ഇറങ്ങുന്നത് 18 വയസ്സിലോ 19 വയസ്സിലോ? അതെ, അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങി. പിന്നെ രാഹുൽ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. രാഹുൽ കൈവച്ച എല്ലാ മേഖലകളിലും വിജയിക്കുകയൊക്കെ ചെയ്തിട്ട് വിജയത്തോട് അടുത്ത് വന്നിട്ടുണ്ട്. വിജയിച്ചെന്ന് ഞാൻ പറയില്ല. രാഹുൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ അതിന്റെ സമര നായകനായി, പക്ഷെ അതിന്റെ നേട്ടോ ലീഡർഷിപ്പിലേക്ക് വരിക, അതുകൊണ്ട് രാഷ്ട്രീയ ഗുണം ഉണ്ടാവുക ഒന്നും ചെയ്യുന്നില്ല. രാഹുൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് രാഹുൽ പല സ്ഥലത്ത് കൈവയ്ക്കുന്നതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യങ്ങളില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ഉയർന്ന പൊസിഷനിൽ എത്തേണ്ട സമയമായല്ലോ കഴിഞ്ഞ 20 കൊല്ലത്തെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ. പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ പല അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM-ന്റെ കൂടെ നിന്നാൽ മറുഭാഗത്തെ ആൾക്കാരെ ട്രോൾ ചെയ്ത് അടിച്ചമർത്തണം. BJP-യുടെ കൂടെ നിന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ മറുഭാഗത്തെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ സന്ദീപ് വാര്യർ എന്റെ സുഹൃത്തു കൂടെയാണ്, ഞങ്ങൾ ഇന്നലെ കൂടെ സംസാരിച്ചു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്ന് ആദ്യം പറയുന്നത് BJP വളരെ മോശമാണ്, അല്ലെങ്കിൽ BJP-യുടെ നിലപാടുകൾ തെറ്റാണ്. എങ്ങനെയാ കാണുന്നത്? അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന രാഷ്ട്രീയം ഇല്ല, ഞാൻ പോസിറ്റീവായി കാണുന്നത്. എന്നും ഓർക്കണം, സന്ദീപ് വാര്യർ മതസൗഹാർദ്ദ പോസ്റ്റ് എഴുതിയതിന് 1 വർഷം മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. അന്ന് സന്ദീപ് വാര്യരെ ആദ്യം പിന്തുണച്ച ഞാനാ. പിന്നെ നമ്മുടെ ഹരീഷ് വാസുദേവൻ അഡ്വക്കേറ്റും സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല എന്ന് പുള്ളി ഒരു പോസ്റ്റ് എഴുതി. വളരെ അർത്ഥഗർഭമായ പോസ്റ്റാണ്. അപ്പൊ ആ പോസ്റ്റിന്റെ പേരിൽ പുള്ളി മാറ്റി നിർത്തപ്പെട്ടതാണ്. അപ്പൊ സന്ദീപ് വാര്യർക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. പക്ഷെ സന്ദീപ് വാര്യർ BJP-യെ തള്ളി പറയുന്ന പോലെ ഞാൻ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ താല്പര്യം, എനിക്ക് BJP RSSനെ തള്ളി പറയാൻ ആഗ്രഹമില്ല. BJP RSSനെ കുറെ കൂടെ നന്നാക്കുകയും ഒരു ഗാന്ധിയൻ ലൈനിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഒരു ശാസ്ത്രത്തേക്ക് രാഹുൽ വിചാരിച്ച ഗാന്ധിയൻ പ്രത്യയശാസ്ത്രമാക്കാൻ പറ്റുമോ? പ്രശ്നമല്ലേ, BJP-യുടെ പ്രത്യയശാസ്ത്രം അല്ലത്. ഇപ്പം യൂണിഫോം സിവിൽ കോഡിനെ നമ്മുടെ EMS സപ്പോർട്ട് ചെയ്തു. സന്ദീപ് വാര്യരെ പറ്റി തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു പോസ്റ്റിനെ പറ്റിയാണ് രാഹുൽ പറഞ്ഞത്, ഒരു മതസൗഹാർദ്ദ പോസ്റ്റ്. പക്ഷെ സന്ദീപ് വാര്യർ എത്ര ഭയങ്കര വർഗീയ പോസ്റ്റുകൾ ആയിരക്കണക്കിന് ഇട്ടിട്ടില്ല. പാലക്കാട് വിഷയത്തിലൊക്കെ ഞാൻ സന്ദീപ് വാര്യരെ എതിർത്തുണ്ട്. മലപ്പുറത്ത് ഉണ്ടാന്നല്ലേ പറഞ്ഞ? അപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കാം, ആന പാലക്കാടായിരുന്നോ മലപ്പുറത്തായിരുന്നോ? സംശയമൊന്നുമില്ല, പാലക്കാടാണ് മരിച്ചത്. അത് മലപ്പുറം എന്ന് പറയുന്നതിന്റെ പിന്നിലെ അതായത് രാഹുലിന്റെ ചില കാര്യങ്ങളിൽ നന്മ മാത്രം കാണുന്ന. അപ്പൊ സന്ദീപ് വാര്യര് ഇത് പോസിറ്റീവ്ലി നമുക്ക് പോകണം. അതായത് ഞാൻ സ്ഥിരം കോട്ട് ചെയ്യുന്ന പരിശുദ്ധ ഖുറാനിൽ ഒരു വാക്കുണ്ട്, 41:34. ഇത് തന്നെയാണ് റോമൻസിൽ പറയുന്നത്, ഗാന്ധിജി പറയുന്നത്. പോസിറ്റീവിൽ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യണം. നെഗറ്റീവിന്റെ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. ആ പോസിറ്റീവിലൂടെ നമുക്ക് നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ കഴിയണമെന്ന് വിശ്വസിക്കുന്നതാണ്. ഒരു കൗതുകമുള്ള വരി കൂടി പറയാം. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ പിന്നിലെ ദുരുദ്ദേശം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലിബറൽസ്, സുനിതാജി അടക്കമുള്ളവരുടെ മനസ്സിലെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് BJP-ക്കാരടക്കം ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ ഈ ആശയത്തിന് കുഴപ്പമില്ല. ഇതാണ് സുനിതാജി അടക്കമുള്ള ലിബറൽസിന്റെ ക്ലാസിക് പൊസിഷൻ. ശശി തരൂർ സാറിനൊക്കെ ഇത് തന്നെയാണ് മനസ്സിൽ, വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ശശി തരൂർ സാറിനൊക്കെ എല്ലാവർക്കും ഇതാണ് മനസ്സിൽ. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് കള്ളത്തരമാണെന്നും ഇന്ത്യയെ നശിപ്പിക്കുമെന്നും ഏറ്റവും ശക്തമായി തുറന്നു പറയുന്നത് ഗുരുജി ഗോൾവൽക്കറാണ്. ഏത് ഗുരുജി? ഒരു കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ ശത്രുക്കളാണെന്ന് എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. സംസാരിക്കുക പോലുമല്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്ന് എഴുതിയിരുന്ന ഈ ഗുരുജി നന്നായാൽ അതിനെയല്ലേ സുനിതാജി പ്രോത്സാഹിപ്പിക്കേണ്ടത്? പുള്ളിക്ക് മാനസാന്തരം വന്ന് പുള്ളി ഒരു മധ്യപാതയിലേക്കോ ഗാന്ധിയൻ പാതയിലേക്കോ സോഫ്റ്റ് ഹിന്ദു പാതയിലേക്കോ വന്നാൽ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അത് എല്ലാ RSSകാരെ കൊണ്ടും സ്വീകരിപ്പിക്കുകയും ചെയ്യല്ലേ സുനിതാജിയും രാഹുൽ ഈശ്വറും ചെയ്യേണ്ടത്?
അല്ല തീർച്ചയായും അപ്പോ വെപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഒരാള് സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് അയാൾ രാഷ്ട്രീയ പാർട്ടി വിട്ടാലും അയാൾ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കില്ല. ഇപ്പൊ CPM-ലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് CPM എന്ന പാർട്ടി ഉപേക്ഷിച്ചാൽ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കില്ല. അതുപോലെയല്ലേ RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവും. BJP ഉപേക്ഷിക്കുമ്പോൾ RSS കാരൻ അല്ലാതായി മാറുമോ? അല്ല, അങ്ങനല്ല. RSSകാർ തന്നെ എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ ശിവലിംഗം തിരയണ്ട എന്ന് പറയുന്ന ഒരു മോഹൻ ഭഗവത്തും ഇല്ലേ? ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ നല്ല വഴി എന്ന് പറയുന്ന RSSകാരുടെ പ്രാതസ്മരണയിൽ ഗാന്ധിജിയെ കുറിച്ച് ഇൻവോക്ക് ചെയ്യുന്ന പോലും ഉണ്ട് ഇന്ത്യയുടെ മഹാന്മാരെ പറയുമ്പോൾ. അപ്പൊ RSSകാരിലെ മൃദു ഹിന്ദുക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും തീവ്ര ഹിന്ദുത്വവാദികളെ ഒപ്പോസ് ചെയ്യുകയും ചെയ്താൽ ഇപ്പൊ ശ്രീധരൻപിള്ള സാറ് മതസൗഹാർദ്ദവാദി അല്ലെന്ന് ആരെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ശ്രീധരൻപിള്ള ശബരിമലയിൽ സാർ സുവർണാവസരം നോക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്ക് പുള്ളിയുടെ വായിന്ന് വീണു പോയതാണ് പുള്ളി ഇത്രയും വിമർശനം കേൾക്കുന്നത്. പുള്ളി ആ വാക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ശ്രീധരൻപിള്ള സാർ ഒരു ജെനുവിൻ മതസൗഹാർദ്ദവാദിയാണ്. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം, കുമ്മനം രാജശേഖരൻ ചേട്ടൻ ഒരിക്കലും വാവരെ തെള്ളി പറയില്ല. കാര്യം കുമ്മനം ചേട്ടൻ ഒരു വിശ്വാസിയാണ്. കുമ്മനം ചേട്ടൻ മുസ്ലിമിനെ തെള്ളി പറഞ്ഞ് അയ്യപ്പന്റെ പേരിൽ മൈലേജ് ഉണ്ടാക്കാൻ നോക്കില്ല. വേണമെങ്കിൽ കുമ്മനം ചേട്ടനോട് ചോദിച്ചു നോക്കാം. നിലയ്ക്കൽ സമരം നടന്നപ്പോ പുള്ളിക്ക് അതിൽ പങ്കുണ്ടായിരുന്നു. നിലയ്ക്കൽ മറ്റൊരു വിഷയമാണ്. ഇനി നിലയ്ക്കൽ സമരവും നടക്കൂല. കാര്യം BJP ക്രിസ്ത്യാനികളുടെ വോട്ടാ നോക്കുന്നത്. അതുകൊണ്ട് ഇനിയൊരു നിലയ്ക്കൽ സമരവും നടക്കും. രാഹുൽ ഈശ്വർ പറയുന്നത് സന്ദീപ് പോയത് നന്നായി, ഇന്ന് ആരെങ്കിലും ഇങ്ങോട്ട് സന്ദീപ് വാര്യര്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെല്ലാം ശങ്കൂട്ടി ദാസ് അല്ലെങ്കിൽ എന്താ പറയുക സരിൻ, ഇവരെല്ലാം നല്ല യങ്സ്റ്റേഴ്സാണ്. പാർട്ടിക്ക് അതീതമായി ഇവർക്കൊരു സ്പേസ് ഉണ്ടാകണം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, രാഷ്ട്രീയം ഏതായാലും നാട് നന്നായാൽ മതി. ശാസ്ത്രം സ്വീകരിക്കുന്ന രാഹുല് വിചാരിക്കുന്നുണ്ടല്ലേ? പറ്റുന്നു വിചാരിക്കുന്നോ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതും കൂടെ കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഗാന്ധിജി RSSന്റെ വേദികളിൽ കടന്നു നിന്നിട്ടുണ്ട്. ഗാന്ധിജി ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പോയിട്ടുണ്ട്. നെഹ്റുജി എതിർത്തിട്ട് പോലും. ആൾക്കാരോട് എൻഗേജ് ചെയ്ത് മാത്രമല്ലേ നമുക്കൊരു മോഡറേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. സംസാരിക്കേണ്ട, അകറ്റി നിർത്തുകൊണ്ട് എന്താ കാര്യം? രാഹുൽ ഗാന്ധിക്ക് നാളെ RSSന്റെ ചർച്ചയുടെ സ്പേസ് വന്നാൽ 100% പോണം. അതാണ് പ്രണബ് കുമാർ മുഖർജി ചെയ്തത്. പ്രണബ് കുമാർ മുഖർജിയുടെ ആത്മകഥയിലും അതുണ്ട്. ഞാൻ പുലിമടയിലേക്ക് പോയാണ് മതസൗഹാർദ്ദത്തെ കുറിച്ച് പറഞ്ഞത്. അതായത് RSSന്റെ വേദിയിൽ ചെന്ന് ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് ആണ് സെക്യുലറിസം, പ്ലൂറലിസം എന്ന് പറയുന്നതല്ലേ. നല്ല ആളുകളെ കുറിച്ചാണ് രാഹുൽ സംസാരിക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് നരേന്ദ്രമോദി ഒരു 21 വേദികളിലെങ്കിലും പ്രസംഗിച്ച് രാഹുലും കേട്ടിട്ടുണ്ടാവും എന്റെ പോലെ. അദ്ദേഹമായിട്ടൊക്കെ എന്ത് ചർച്ചയാണ് സാധ്യമാവുന്നത്? സത്യം പറഞ്ഞാല് എന്നെ നാഷണൽ ചാനൽസ് വിളിച്ചപ്പോ നരേന്ദ്രമോദിജി ഒരിക്കലും സംസാരിച്ചുകൂടാത്തതാണ് മറ്റേ ബെൻസ്വാരയിൽ സംസാരിച്ചത്. അതായത് മംഗലസൂത്രം വേദികളിൽ സംസാരിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിന്ന് മാത്രമല്ല, സംവാദത്തിന്റെ സ്പേസ് അവിടെയാണ്. സുനിതാജി ഒരു പക്ഷെ അറിയുമ്പോൾ അത്ഭുതപ്പെടും. ഞാൻ എന്നിട്ട് നാഷണൽ മീഡിയയിൽ ഇത് ചർച്ചയ്ക്ക് വിളിച്ചോളൂ, നിങ്ങൾ AI വീഡിയോ ഉണ്ടാക്കിയതാണെന്ന് വരെ ഞാൻ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പുള്ളി ആ മംഗലസൂത്രം കമന്റ് പറഞ്ഞു എന്ന്. ദൈവം സഹായിച്ച് അവിടെ തോറ്റത് നന്നായി, ഇല്ലെങ്കിൽ ആ ആർഗ്യുമെന്റ് വീണ്ടും വരുമായിരുന്നു. 1.5 ലക്ഷം വോട്ടിനോളോടെ തോറ്റത് ഞാൻ വളരെ ഭാഗ്യമായിട്ട് പറയുന്ന ആളാണ്. നന്നായി. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കേരള സ്റ്റോറീസ്, കാശ്മീർ ഫയൽസ്, രാഹുൽ എന്താ പറയുന്ന, അവിടെ എന്ത് ചർച്ച സാധ്യമാവുന്ന പറയുന്ന യഥാർത്ഥത്തിൽ അവരത് പറയുന്നതിന്റെ പിന്നിൽ മുസ്ലിം വിരോധം അല്ല. അതായത് കൃത്യമായിട്ട് ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അംഗീകരിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. അതായത് മുതിർന്ന BJP RSS നേതാക്കൾക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം. രാഹുലെ നമ്മളുടെ പ്രധാനമന്ത്രിയല്ലേ ഇത് പറയുന്നത്? അപ്പൊ ഒരു വരി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് മുതിർന്ന BJP RSS നേതാക്കൾക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് പ്രശ്നം. കാരണം ജെനുവിൻ വിരോധം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നന്നാക്കാം. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ തീവ്രത പറയുന്നത് താഴെയുള്ള ബേസിന്റെ കൈയടി കിട്ടാൻ വേണ്ടിയാണ്. മറുഭാഗത്ത് ശത്രു ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് ഒന്നാക്കാൻ വേണ്ടിയാണ്. അതായത് മറുഭാഗത്ത് മുസ്ലിം ലാൻഡ് ജിഹാദ് ചെയ്യുന്നില്ല, ലവ് ജിഹാദ് ചെയ്യുന്നില്ല, കേരള സ്റ്റോറീസ് കള്ളമാണ്, കാശ്മീർ ഫയൽസ് അതിശയോക്തിയാണെന്ന് ബാക്കി ആരെക്കാട്ടി നന്നായിട്ട് BJP RSS നേതാക്കൾക്കറിയാം. പക്ഷേ അവർ അല്ലെന്ന് ഭാവിക്കുന്നത് ഇല്ലാത്ത ശത്രുവിനെ ഉണ്ടാക്കി അതിന്റെ പേരിൽ കൈയടി നേടാനാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇവർക്ക് മുസ്ലിം വിരോധമല്ല, ഒരു ആത്മീയ ശൂന്യതയാണുള്ളത്. ഈ ആത്മീയ ശൂന്യതയെ മുസ്ലിം വിരോധം കൊണ്ട് കവർ ചെയ്യുകയാണ്. എന്നിട്ട് കള്ളങ്ങൾ പറഞ്ഞ് മലപ്പുറത്തെ ആകാം, ആരെങ്കിലും ആകാം. അപ്പൊ ഈ എനിമിയെ ക്രിയേറ്റ് ചെയ്യാൻ ആറ്റിറ്റ്യൂഡ്. സുനിതാജിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഓർമ്മയാണ്, ഒരു 15 വർഷം മുമ്പൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു പ്രധാന ശത്രുക്കൾ. അന്ന് നമ്മുടെ ഈ തീവ്ര വലതുപക്ഷക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിങ്ങൾ അറ്റ്ലീസ്റ്റ് നേരിട്ട് ഫൈറ്റ് ചെയ്യും, ക്രിസ്ത്യാനികളെ ഇടയ്ക്കൂടെ നിന്ന് മതപരിവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നതാണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ആരും അങ്ങനെ പറയാറില്ല. മതപരിവർത്തനത്തിന്റെ പേരിൽ വലിയ അവരെ നന്നായി പീഡിപ്പിക്കുന്നുണ്ട്. കേരളത്തിലില്ല. എന്തുകൊണ്ടായില്ലാത്ത? കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. ക്രിസ്ത്യാനികൾ അധികാരത്തിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അല്ല, അതുകൊണ്ട് മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ വോട്ട് വേണം. ക്രിസ്ത്യാനികളുടെ വോട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഇത് പറയാതിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ
നമ്മളെന്ന് പറയുന്ന സുനിതാജിയും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ അടക്കമുള്ള ആൾക്കാർക്ക് നമ്മുടെ മനസ്സിന്റെ ശൂന്യത കാരണം ഇല്ലാത്തൊരു ശത്രുവിനെ വിഭാവനം ചെയ്ത് അവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇല്ലാത്ത ആയുധങ്ങൾ ശേഖരിക്കുക. അതാണ് കേരള സ്റ്റോറി, അതാണ് കാശ്മീർ ഫയൽസ്. 3 പെൺകുട്ടികൾ പോയതിനെയാണ് 32,000 ആക്കി കാണിച്ചിരിക്കുന്നത്. അല്ല, എന്നിട്ടും എന്തുകൊണ്ടാ രാഹുൽ RSSനെയും BJPനെയും ഞാൻ തള്ളി പറയുന്നില്ല, അവരെ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്? കാരണം കൂടെ നിന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് 3 പേര് പോയത് കഷ്ടമാണ്, പക്ഷെ 32,000 കള്ളമാണെന്ന് പറയണ്ടേ? സുനിതാജിക്ക് ഓർമ്മയില്ലേ അഖിലഹാദിയയുടെ കാര്യത്തിന് എന്റെ അത്രയും ചീത്ത കേട്ട് ആരെങ്കിലും കാണൂ? എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോയോ അഖിലഹാദിയെ സപ്പോർട്ട് ചെയ്ത്? എന്റെ അമ്മയ്ക്ക് ഷോക്കോസ് നോട്ടീസ് വരെ അമ്മ വർക്ക് ചെയ്യുന്ന 2 സംഘടനയിൽ നിന്ന് വന്നു. അതായത് അഖിലഹാദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ശരിക്കും ആ പെൺകുട്ടി വിശ്വസിച്ചു പോയതാ, കല്യാണമേ അല്ല പ്രശ്നം. അഖിലഹാദിയ എന്നൊരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ പ്രതിസന്ധി വന്ന് ഇസ്ലാമിൽ അഭയം പ്രാപിച്ചു. അഖിലഹാദിയുടെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പുള്ളി നേരെ തിരിഞ്ഞ് പുള്ളി ASS ആയി. RSS അല്ല, ASS ആയി. അതായത് RSSകാർക്ക് തീവ്രത പോരെന്ന് പറയുന്നവരെയാണ് ഈ ASS എന്ന് വിളിക്കുന്നത്. പുള്ളിക്കൊക്കെ ഇന്നും എന്നെ ദേഷ്യമാണ്. പുള്ളി എനിക്കെതിരെ പരാതിയും മറ്റും കൊടുത്തിട്ടുണ്ട്. അഖിലഹാദിയെ തലയിലടിച്ചു, തട്ടം വലിച്ചു പറിച്ചു. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇന്ന് പറയാമല്ലോ, ജോസഫൈൻ മാഡത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അന്ന് വനിതാ കമ്മീഷന്റെ ആയിരുന്നു. അപ്പം ജോസഫൈൻ മാഷിനെ പോയി കണ്ടിരുന്നു, നികേഷ് കുമാർ സാറിനെ പോയി കണ്ടിരുന്നു. ഞാൻ എന്നിട്ട് സുപ്രീം കോടതി ഡെപ്യൂട്ടി ചെയ്ത ജഡ്ജിമാർക്ക് എഴുത്തയച്ചു. എനിക്ക് കണ്ടിട്ട് വിഷമം തോന്നി. എന്നിട്ട് ഞാൻ പലതവണ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ ശ്രീനാരായണ ഗുരുദേവനെ വായിക്കുക, മഹാത്മാഗാന്ധി വായിക്കുക, വിവേകാനന്ദനെ വായിക്കുക. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് ഉറച്ചുപോയി. ഇതിനെ ഇല്ലാത്ത ലവ് ജിഹാദ് ആണെന്ന് കള്ളം പറഞ്ഞു സുപ്രീം കോടതി കേസ് പോയി. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ എനിക്കെതിരെ കേസ് പോയി. ഇവളെ തിരിച്ചു മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അഖിലഹാദി അടക്കമുള്ള വിഷയങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്താണ് ലാഭമെന്ന്. എനിക്ക് എന്ത് ലാഭം ഉണ്ടാകാനാണ്? ഒരു പെൺകുട്ടിയുടെ ജീവിതം പോകണ്ടെന്ന് പറഞ്ഞ് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഗുണമാ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പ്രശ്നം നമുക്കൊരു രാഹുൽ പറഞ്ഞ ഈ BJPനെയും RSSനെയും പറ്റി പറഞ്ഞ ആത്മീയ ശൂന്യത എന്ന് പറഞ്ഞില്ല, ഞാനൊന്നും പറയില്ല. ഇവര് ഹിറ്റ്ലറിന്റെ പോലെ വലിയ ഫാസിസ്റ്റുകളാണ്. അവര് ഫാസിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു, 14 ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നു. ഹിറ്റ്ലറിന്റെ കാര്യം തന്നെ എടുക്കാം. പ്രത്യേകിച്ച് ലെഫ്റ്റ് ആയതുകൊണ്ട് വായിച്ചു കാണുമല്ലോ. ഹിറ്റ്ലറും യഥാർത്ഥത്തിൽ ഇല്ലാത്ത ജൂതന്മാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സ്പിരിച്വൽ എംറ്റനസി എന്നാണ് തുടങ്ങുന്നത്. അതായത് ഹിറ്റ്ലറിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത്, ഹിറ്റ്ലറിന്റെ പെയിന്റിങ്ങും വാങ്ങിച്ചിരുന്നത് ഒരു ജൂതനാണ്. പേര് ഞാൻ മറന്നു, നോക്കി പറയാം. ഹിറ്റ്ലർ ആരെങ്കിലും ഒരു സ്കേപ്പ് ഗോട്ടിനെ വേണം, ഏതെങ്കിലും ഒരു ബലിയാടിനെ വേണം. അങ്ങനെയാണ് ഹിറ്റ്ലർ സ്വന്തമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞ് നാസികൾ തന്നെയാണ് അവരുടെ റൈറ്റ് സ്റ്റാഗ് അല്ലെങ്കിൽ അവരുടെ അസംബ്ലി മന്ദിരത്തിന് തീയിടുന്നത്. പിന്നീട് ആ തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. അതും ഒരു ഫെബ്രുവരി 27-നാണ്, അത് മറ്റൊരു ഫെബ്രുവരി 27-നാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ശത്രു വേണം. അത് കമ്മ്യൂണിസ്റ്റുകാരനാവാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, ചൈനയാകാം, പാകിസ്ഥാൻ ആകാം, ഇനി നാളെ ഏലിയൻസ് വേണമെങ്കിലും ആകാം. ഇതിന്റെ പ്രശ്നം ഹിറ്റ്ലർക്കടക്കം കൂക്ലക്സ് ക്ലാൻ, അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നറിയില്ല, സുനിതാജിക്ക് അറിയാം. അമേരിക്കയിലെ കൂക്ലക്സ് ക്ലാൻ, ആര്യൻ ഗാങ്സ്, ഇന്ത്യയിലെ ഗോഡ്സേവാദികൾക്ക് ആരെങ്കിലും അപ്പുറത്ത് മതി. അതായത് യഥാർത്ഥത്തിൽ ഇവർ നാഗവല്ലികളാണ്. സുനിതാജി അവരെ കാണുന്നത് ഹിറ്റ്ലർ ആയിട്ടാണ്, പക്ഷെ ശരിക്കും അവർ നാഗവല്ലിയാണ്. അവരൊരു ബാധയാണ്. ഗംഗ യഥാർത്ഥത്തിൽ വില്ലത്തിയല്ല, ഗംഗയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ബാധ ബാധിച്ചതാണ്. ഈ നാഗവല്ലി എന്ന് പറഞ്ഞാൽ ഒരു പൊസഷനാണ്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പോകുന്നു എന്ന് പറയുന്ന ഈ ബാധ. യഥാർത്ഥത്തിൽ ഗോഡ്സെയാണ് നാഗവല്ലി, ഗാന്ധിജിയാണ് ഡോക്ടർ സണ്ണി. ആ ഗാന്ധിജി മാത്രമേ ഈ ഗോഡ്സെയുടെ ബാധ മാറ്റാൻ പറ്റൂ. ആ ബാധ മാറിക്കഴിഞ്ഞാൽ ഇവർ ഓക്കെയാണ്. ആ ബാധ മാറ്റാനാണ് നമ്മളെന്ന പൊതുസമൂഹം ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗാന്ധിജിയാണ് ഡോക്ടർ സണ്ണി, നാഗവല്ലിയാണ് യഥാർത്ഥത്തിൽ ഗോഡ്സെ. രാഹുൽ വിചാരിക്കുന്ന രാഹുൽ ട്രീറ്റ് ചെയ്താൽ ഇവര് സുഖപ്പെടുന്ന ഞാൻ കരുതുന്നു. ട്രീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിലും ഗാന്ധിയൻ ദർശനത്തിനും ആര് ട്രീറ്റ് ചെയ്താലും മതി. അതിന്റെ എന്താ അറിയാമോ, ഈ ബാധ കുറെ എനിക്കുണ്ടായിരുന്നോണ്ട് എനിക്ക് അവരോട് പെട്ടെന്ന് എമ്പതൈസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ 10 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തത് സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് തെളിയിക്കാനാണ്. തമിഴടക്കം സംസ്കൃതത്തിൽ നിന്ന് വന്നു എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അവസാനമാണ് വിവേകാനന്ദനെയൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തമിഴാണ് ഏറ്റവും പഴയ ഭാഷ. അതായത് സംസ്കൃതമാണ് ഏറ്റവും പഴയ ഭാഷ എന്ന് ഞങ്ങൾ ബ്രാഹ്മണര് പറയുന്നതിന്റെ പിന്നിലെ താല്പര്യം ഞങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങിയെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇത് ജെനുവിൻലി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ബ്രാഹ്മണ്യത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് രാഹുൽ പറയുന്നുണ്ട്. എന്നിട്ട് രാഹുൽ എന്തുകൊണ്ടാ മതം വിടാത്തത്? എന്തുകൊണ്ടാ രാഹുൽ എന്തിനാ പിന്നെയും ബ്രാഹ്മണനായിരിക്കുന്നത്? മതം നന്നാക്കിയാ മതി. ഞാൻ അതുകൊണ്ടാ പറയാറുള്ളത്, ഞാൻ കയ്യിൽ സ്വസ്തികം കൂടി പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ഈ മതമൊക്കെ വിട്ട് നല്ല മനുഷ്യനായി ജീവിച്ചൂടെ? എന്തിനാ അവിടെയാണ് പ്രശ്നം. അത് ലെഫ്റ്റിസ്റ്റുകളുടെ നെറേറ്റീവാണ്. അതായത് മതം വിടണമെന്നുള്ളത്. നേരെ തിരിച്ച് റൈറ്റിന്റെ നെറേറ്റീവോ ഗാന്ധിയൻ നെറേറ്റീവോ ആത്മീയതയോട് കൂടി നന്നായാൽ മതി.
അതായത് സുനിതാജി നിൽക്കുന്ന പൊസിഷൻ ഒരു നെഹ്റൂവിയൻ അല്ല, പൊസിഷനാണ്. ബ്രാഹ്മണ്യത്തിന്റെ പ്രശ്നങ്ങളാണല്ലോ രാഹുൽ ഇത് ഈ സംസാരത്തിൽ തന്നെ ബ്രാഹ്മണിക്കൽ, അവിടെയാണ് ആ വാക്ക് കൃത്യമാകണം. ബ്രാഹ്മണിക്കൽ. ബ്രാഹ്മണിക്കലിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ബ്രാഹ്മണ്യം നല്ലതാണ്, ബ്രാഹ്മണിക്കൽ ചീത്തയാണ്. ഇസ്ലാം നല്ലതാണ്, ഇസ്ലാമിസം ചീത്തയാണ്. ബ്രാഹ്മണിക്കൽ ഇല്ലാതെ ബ്രാഹ്മണ്യം ഉണ്ടോ? ബ്രാഹ്മണിക്കൽ ഇല്ലാതെ ബ്രാഹ്മണ്യം ഉണ്ടോ? 100%, 100%. ഇസ്ലാമിസം ഇല്ലാതെ ഇസ്ലാം ഇല്ലേ? രാഹുല് ഹിന്ദുത്വം ബ്രാഹ്മണിക്കൽ ഇല്ലാതെ അല്ലാത്ത ഹിന്ദുത്വം. ബ്രാഹ്മണനാണോ? അങ്ങനെയാണോ രാഹുൽ പറയുന്നത്? ബ്രാഹ്മണിക്കൽ അല്ലാത്ത ബ്രാഹ്മണ്യം നമുക്ക് വേണം. നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വം വേണ്ട, ഗാന്ധിജി എന്ന ഹിന്ദു മതി. ഇപ്പം വിവേകാനന്ദനെ ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. ഇന്നും ബേലൂർ മഠത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആഘോഷം നടക്കുന്നത്. അത് ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയല്ല കേട്ടോ, അത് ക്രിസ്ത്യാനികളുടെ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയല്ല. 100 വർഷമായിട്ട് യേശു ക്രിസ്തുവിന്റെയും മദർ മേരിയുടെയും ചിത്രത്തിന് ചുറ്റും കാവി ഉടുത്ത സന്യാസിമാര് ഈ പ്രാർത്ഥിക്കുന്ന കാണേണ്ട കാഴ്ചയാണ്. വിവേകാനന്ദൻ ജെനുവിൻലി ഒരു മതസൗഹാർദ്ദവാദിയാണ്. ഗാന്ധിജിയുടെ ഹിന്ദുവും വിവേകാനന്ദന്റെ ഹിന്ദുവും സുനിതാജിക്ക് യോജിപ്പാണ്. എനിക്ക് സുനിതാജിയുടെ ഒരു പ്രസംഗം ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ വേദിയിലോ മറ്റോ ആണ്, ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ, അവരെല്ലാം. ഒരർത്ഥത്തിൽ ഇത് കറക്റ്റാണ്. അതായത് ഈ ഹിന്ദുത്വവാദികൾ ഹിന്ദുമത വിശ്വാസികളല്ല, അവർ ഈ തീവ്ര വലതുപക്ഷത്തെ ഒരു മതത്തിന്റെ ചട്ടക്കൂടില്ല നോക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കതിനെ ക്ലീൻ ചെയ്താൽ മതി, ക്ലെൻസ് ചെയ്താൽ മതി. അതാണ് ഗാന്ധിജിയുടെ പാത. ഗാന്ധിജി വിശ്വാസിയായിരുന്നു, ഗാന്ധിജി വിശ്വാസിയായിരുന്നു. എന്നിട്ട് അതിന്റെ ആലങ്കാരികത ഗാന്ധിജി രാമരാജ്യം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്റെ രാമരാജ്യമാണ് ഖലീഫയുടെ സ്വപ്നരാജ്യം, യേശു ക്രിസ്തുവിന്റെ സ്വർഗരാജ്യം. ഈ ബാലൻസ് കൊണ്ടുപോയാൽ മതി. ഈ ബാലൻസ് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കൂടെ നിർത്താൻ പറ്റില്ല. ലീഡർ കരുണാകരനൊക്കെ ഏറ്റവും നന്നായിട്ട് കേരളത്തിൽ ചെയ്തത് എന്താ? നരസിംഹറാവുജി ഒരുപക്ഷെ വലിയ പരിധിവരെ ചെയ്തത് എന്താ? ഈ വിശ്വാസികളെയും കൂടെ ഒരുമിച്ച് നിർത്തി, അത് ജെനുവിൻലി നിർത്തണം. അതായത് ചുമ്മാ എല്ലാ മാസവും അമ്പലത്തിൽ 1-ാം തീയതി പോയി അതെടുത്ത് ഫേസ്ബുക്ക് ഇടുന്നതല്ല. ജെനുവിൻലി ഈ വിശ്വാസ പരിസരത്തെ ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയും. അത് സന്ദീപ് വാര്യർക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. സന്ദീപ് ആ ലൈൻ എടുത്ത. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട്, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിലുണ്ടായിരുന്നു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു, രാഹുൽ ഇപ്പം വിശ്വാസി ആയിരിക്കില്ല, പക്ഷെ ഞങ്ങളെയും കൂടെ രാഹുലിന് ഒരു കംഫർട്ടബിൾ സ്പേസ് ഉണ്ടാകണം. BT ബൽറാമിനോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിക്ടോറിയ പാലക്കാട് കോളേജിലുണ്ടായിരുന്നു, നാളെ എനിക്ക് വിശ്വാസത്തിന്റെ ഒരു തർക്കമോ പ്രശ്നമോ വന്നാൽ എന്റെ നേതാവായിട്ട് നിങ്ങളെ കാണാൻ എനിക്ക് വരാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇല്ലെങ്കിൽ മറ്റേ എക്സ്ട്രീം റൈറ്റ് വിങ്ങിലേക്ക് എനിക്ക് പോകേണ്ടി വരും. അല്ല, അപ്പൊ അതിന്റെ ഈ ആവശ്യമില്ല. മതം വിട്ടവരോ അവിശ്വാസികളോ ഒരിക്കലും വിശ്വാസികളെ തള്ളി പറയുന്നില്ലല്ലോ. അവർക്കുള്ള ഇടം, സ്പേസ് അവിടെ ഉണ്ട്. അത് മതി. ഇപ്പൊ സുനിതാജി വിശ്വാസിയാണെന്നില്ല, പക്ഷേ വിശ്വാസത്തെ നിരാകരിക്കുന്നില്ല. വിശ്വാസം ഉള്ളവർക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. അവർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാം, വിശ്വാസം കീപ്പ് ചെയ്യാം. അവരെ നമ്മള് ചൊറിയാനൊന്നും പോകുന്നില്ല, അവരെ ഉപദേശിച്ച് ഒന്നുമില്ല. ആ സ്പേസ് മതി. അതിന് ഇസ്ലാമോഫോബിയയും വേണ്ട, ഹിന്ദു ഫോബിയയും വേണ്ട, ക്രിസ്ത്യൻ ഫോബിയയും വേണ്ട. അങ്ങനെയാണ് പലരും. ഈ വിശ്വാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം മോശക്കാരാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ രാഹുലിനോട് പറഞ്ഞത് ഹിന്ദുമതം കൂടുതൽ റിജിഡ് ആവണം എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് യോജിക്കാത്ത അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ ഭയങ്കര നല്ല വിശ്വാസിയായ രാഹുലിന് നിൽക്കാൻ പറ്റണം, വിശ്വാസം ഇല്ലാത്ത എനിക്ക് നിൽക്കാൻ പറ്റണം, വിശ്വാസിയായ രാഹുലിന് നിൽക്കാൻ പറ്റണം. അങ്ങനെ 100%. അങ്ങനെ വിശ്വാസിക്കും വിശ്വാസി അല്ലാത്തവനും നിൽക്കാൻ കഴിയണം. ഒരു ബാലൻസിങ് സ്പേസ് വേണം. കോർ വാക്ക് ബാലൻസ് ആണ്. ബാലൻസ് ഇല്ലാതെ ഒരു രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ എല്ലാ കാര്യത്തിലും പറ്റില്ല. അതിലും ഞാൻ യോജിപ്പില്ല. ഏത് കാര്യത്തിലാണ് ബാലൻസ് ഇല്ലാതെ പോകാൻ പറ്റിയത്? കൃത്യമായി സ്റ്റാൻഡ് എടുത്തിട്ടാണ്. സ്റ്റാൻഡ് എടുക്കേണ്ടതല്ല, സ്റ്റാൻഡ് ബാലൻസ്ഡ് ആകണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർമ്മയുള്ള ഒരു സാധനം പറയാം. അതായത് സോമനാഥ ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നായിരുന്നു സർദാർ പട്ടേലിന്റെ ആഗ്രഹം. നമ്മുടെ ഭാരതീയ വിചാര കേന്ദ്രമൊക്കെ തുടങ്ങിയ KM മുൻഷിയുമായിട്ട് വന്ന് പറഞ്ഞു. നെഹ്റുജി അതിനെ എതിർപ്പുണ്ട്. നെഹ്റുജി എത്തീസ്റ്റും ലെഫ്റ്റ് ലിബറലും ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ അടിയായി. ഇപ്പം ഗാന്ധിജി എന്ത് പറഞ്ഞു? നമുക്ക് അമ്പലം പുനർനിർമ്മിക്കാം, പക്ഷെ സ്റ്റേറ്റിന്റെ കാശെടുക്കും. അതായത് അമ്പലം വേണമെങ്കിൽ നമുക്ക് പുനർനിർമ്മിക്കാം, പക്ഷെ രാജ്യത്തിന്റെ കാശെടുത്ത് അമ്പലം ചെയ്യരുത്, നമുക്കെല്ലാം കൂടെ വേണമെങ്കിൽ പിരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ബാലൻസ് വേണ്ടേ? മസ്ജിദിനെ രാഹുൽ അതുപോലെ ബാലൻസിങ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രാണപ്രതിഷ്ഠാ ദിവസം ധന്നിപ്പൂർ മോസ്കിൽ പോയ ഏക വ്യക്തി ഞാനായിരിക്കും. ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്കും പോയി, ധന്നിപ്പൂർ മോസ്കിലും പോയി, എന്നാൽ കഴിയുന്ന ചെറിയൊരു സംഭാവന പോയി. ഇപ്പോഴും ആ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടത്തെ 8-9 വയസ്സായ മുസ്ലിം കുട്ടികളുടെ പക്വത പലപ്പോഴും എനിക്ക് ബാലൻസിങ് ആയിരുന്നു എന്ന് രാഹുൽ കരുതുന്നോ? അയോധ്യ വിധി ബാലൻസിങ് ആണ്, ചെയ്യാനാണ് വേറെ പരിഹാരം. എവിടെയെങ്കിലും ഇത് ക്ലോസ് ചെയ്യേണ്ടോണ്ട് പ്രശ്നം എന്തറിയോ? ഇല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് വരൂലേ? 330 സീറ്റോടുകൂടി ഭരിക്കുമ്പോ ഇല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് വരൂലേ? ആണെന്ന് കരുതുന്നു അല്ലെ? ആ കേസ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തീരട്ടെ. അല്ല, ഇത് ക്ലോഷർ ആയിട്ടില്ല. ധന്നിപ്പൂർ മോസ്കും കൂടി വരണം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിലാണ് ആ മോസ്ക് വരുന്നത്. ഇനി അവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം കൂടി സുനിതാജി അറിഞ്ഞിരിക്കണം. അവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താ അറിയോ? സാധാരണ മുസ്ലിങ്ങൾക്ക് അവരെ വേണ്ട. അവരൊരു പരാജയത്തിന്റെ സിമ്പലായിട്ടാണ് കാണുന്നത്. സാധാരണ മുസ്ലിം സമൂഹത്തിൽ അവിടുത്തെ പള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫണ്ട് കൊടുക്കുന്നില്ല. ധന്നിപ്പൂർ മോസ്കിന് ഇതില്ല. യോഗി ആദിത്യനാഥിന്റെ തീവ്ര ഹിന്ദുത്വവാദികളും അങ്ങോട്ട് കൊടുക്കുന്നില്ല, പള്ളിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് നിൽക്കുന്നവരാ ബുദ്ധിമുട്ടുന്നത്.
കന്നിപ്പൂർ മോസ്കിന് ഇത് കാണുന്നവർ നമ്മളാൽ കഴിയുന്ന ചെറിയ സംഭാവന, ട്വിറ്ററിലൊക്കെ അവരുടെ ഉണ്ട്, ചെറിയ സംഭാവന ഒരു അണ്ണാങ്കുഞ്ഞൻ തന്നാലായെന്ന രീതി കൊടുക്കണം. ഞാൻ അവിടുത്തെ മുസ്ലിം കുട്ടികളുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ നല്ലൊരു വാചകമുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇപ്പം തീർന്നല്ലോ, അമ്പലവും വരണം, പള്ളിയും വരണം, അല്ലാതെ വേറെ എന്ത് സ്റ്റാൻഡ് എടുക്കാൻ കഴിയും? എല്ലാവർക്കും അറിയാം ആ വിധി ബാലൻസിങ് ആയിരുന്നു, ലീഗൽ പ്രിൻസിപ്പിൾസ് ഒന്നും നോക്കിയല്ല. ആ വിധിയും ശ്രദ്ധിച്ചു കാണും. സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട് അമ്പലം പൊളിച്ചല്ല പള്ളി പണിതത്, അമ്പലം പൊളിച്ചല്ല പള്ളി പണിതത്. ഇങ്ങനെയൊക്കെയല്ലേ ബാലൻസ് ചെയ്യാൻ പറ്റൂ? എന്നിട്ട് നമ്മുടെ ഒരു മലയാളി കൂടെയാണ് ആ വിഗ്രഹം അകത്ത് കിടക്കുന്നത്. പണിതത്, പക്ഷേ ഹിന്ദുത്വവാദികൾക്ക് എടുത്ത അമ്പലം, അതാണ് നമ്മളത് ബാലൻസ് പറ്റില്ല. അല്ല വേറെ ഇനി രണ്ട്, രാമന്റെ വിഗ്രഹം അമ്പലത്തിൽ കടത്തിയത്, ഒളിച്ചു കടത്തിയതാണ്, തെറ്റാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും വിധി തിരിച്ചാവുമ്പോ പിന്നെ വേണമെങ്കിൽ അവർക്ക് പറയാതിരുന്നൂടെ? സുനിതാജിക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, വേണമെങ്കിൽ അവർക്ക് ഇത് പറയാതിരുന്നൂടെ? ആ വിഷയങ്ങളിൽ സൈലന്റ് ആയി. ആളുകൾക്ക് ഇത്ര വിഷമല്ലായിരുന്നു. രാഹുലിനോട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ആളുകള് പലരും ഭയങ്കര മെയിൽ ഷോവിനിസ്റ്റുകളും പുരുഷവാദികളും ഒക്കെ ആയിരിക്കും. പക്ഷെ പരസ്യമായി രംഗത്ത് വന്ന് ഞാനൊരു പുരുഷവാദിയാണ്, ഞാൻ ഇന്നതാണ് എന്റെ സ്റ്റാൻഡ് എന്ന് പറയാൻ പലർക്കും മടിയായിരിക്കും. പക്ഷെ രാഹുൽ പരസ്യമായി ഈ നാട്ടിൽ എവിടെ ആരെ പീഡിപ്പിച്ചാലും ഓടി വന്നിട്ട് പുള്ളി നിരപരാധിയാകാൻ ഒരു ചാൻസ് ഉണ്ട്, ഇനി നിരപരാധി ആണെങ്കിൽ എന്നുണ്ട് എപ്പോഴും ആർക്ക് വേണ്ടിയും വരും. അതെന്താ രാഹുൽ, എന്താണ് ആ സ്റ്റാൻഡ്? ഞാൻ എങ്ങനെ ഇടപെട്ട 2-3 കാര്യങ്ങൾ പറയാം, സുനിതാജിക്കും കൂടെ കൺവിൻസിങ് ആയ. നമ്മുടെ ശശി തരൂറിനെ കാര്യമായിട്ട്, ശശി തരൂർ സാറും സൗഹൃദത്തിലുള്ളതാണ്, അർണബ് ഗോസ്വാമിജിയും സൗഹൃദത്തിലുള്ളതാണ്. ശശി തരൂറിനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അർണബ് ഗോസ്വാമിയാണ്. ഞാൻ മാത്രമാണ് ശശി തരൂറിനെ ഡിഫെൻഡ് ചെയ്ത് ആഴ്ചകളോളം ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളത്. ഷാറൂഖ് ഖാന്റെ മകനെ, എനിക്ക് അന്നേ ഉറപ്പായിരുന്നു ഷാറൂഖ് ഖാന്റെ മകനെ കള്ള 26 ദിവസം ആ പാവം പയ്യനെ ജയിലിലിട്ടു. റിയ ചക്രവർത്തി, നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട് ആത്മഹത്യ ചെയ്ത, ശരിക്കും ആത്മഹത്യ ചെയ്തതാണ് കേട്ടോ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പുള്ളി കൊന്നതാണ്, അതിന്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ മുസ്ലിം മാഫിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പലതും ചർച്ചയ്ക്കെടുത്തു. എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരാൾ ഒരു കാര്യം പറയുന്നതിന്റെ പിന്നിലെ ഇന്റൻഷൻ പെട്ടെന്ന് പിടികിട്ടും. അതായത് കള്ളം പറയുമ്പോഴോ മറ്റോ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ആ ഇന്റൻഷൻ പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പം സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ വിഷയത്തിലെ പ്രശ്നം എന്താ? സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന ബോളിവുഡിലെ ഹിന്ദു താരത്തെ മുസ്ലിമായ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമിന്റെ ആൾക്കാർ കൊന്നു എന്ന കഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങേരെ കൊന്നെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷാറൂഖ് ഖാന്റെ മോനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഷാറൂഖ് ഖാൻ ഒരു മുസ്ലിം വിരോധം അതിനകത്തുണ്ട്, ഷാറൂഖ് ഖാനോടുള്ള ദേഷ്യമുണ്ട്, ബോളിവുഡിനോടുള്ള ദേഷ്യമുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് മാറിയാൽ ഏറ്റവും കൂടുതൽ സൗകര്യം നമ്മുടെ വലതുപക്ഷക്കാർക്ക് മറ്റൊരാളെ ജയിപ്പിക്കാനോ. ഇത് കേരളത്തില് ഹിന്ദുക്കളുടെ കേസുകളൊക്കെ വന്നപ്പോഴും, ഹിന്ദുക്കൾ പ്രതിസ്ഥാനത്ത് വന്നപ്പോഴും ആ പുരുഷന്മാരെ പച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് വളരെ കോൺട്രവേഴ്ഷ്യൽ കേസുകളുണ്ട്. ഞാനൊരു തിയറി പറയാം, ഇതൊരു വെറുതെ തിയറി ആയിട്ട് എടുത്താൽ മതി. യഥാർത്ഥത്തിൽ ഞാനിപ്പം കങ്കുവ സിനിമ കൂടെ കണ്ടിട്ട് വരിക, അതിനെയും കൂടെ പശ്ചാത്തലത്തിൽ പറയാൻ വിചാരിച്ചാൽ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്പി നാരായണൻ തൊട്ട് ഇന്ന് വരെയുള്ള പല കേസുകളും നമ്മുടെ ആൾക്കാർ വൈകാരികതയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതായത് അന്ന് നമ്പി നാരായണന്റെ കേസ് പറഞ്ഞ ആൾക്കാർ അംഗീകരിക്കില്ല. നമ്പി നാരായണനെതിരെയുള്ള ആരോപണം എന്താ? മാലി സ്ത്രീകൾ വഴി പാകിസ്ഥാന് ഇന്ത്യയുടെ ചാര രഹസ്യങ്ങൾ വിറ്റു. അതാണല്ലോ ക്രയോജനിക് എഞ്ചിൻ. അതിന്റെ പേരിൽ 50 ദിവസം പുള്ളി ജയിലിൽ കിടന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അന്ന് ക്രയോജനിക് എഞ്ചിൻ പോലും ഇല്ല. അപ്പം ഈ കഥ ഉണ്ടാക്കിയതിന്റെ പിന്നിലെ ആൾക്കാരുടെ താല്പര്യം എന്തായിരിക്കും? ഓഫ് കോഴ്സ് കരുണാകരൻ സാറിനെ ഇറക്കണം താല്പര്യം ഉണ്ടായിരുന്നു, രമൺ ശ്രീവാസ്തവനെതിരെ, അതൊക്കെ സൈഡിലുണ്ട്. ഇതിന്റെ പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും എന്തെങ്കിലും വലിയൊരു ശത്രു അപ്പുറത്ത് വേണം. ഇപ്പോഴും ഞാൻ അതിന്റെ ആൾക്കാരുടെ പേര് പറയുന്നില്ല, നമ്പി നാരായണനെതിരെ വാദിക്കുന്ന 1-2 പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടവും കാര്യങ്ങളുമാണ്, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ അവരുടെ മാഗസീൻ എനിക്ക് അയച്ചു. ഇന്ന് സമൂഹത്തിലൊക്കെ അറിയുന്നവരുടെ പേരാണ്, പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അവര് പറയുന്നത് ഇന്ത്യയുടെ ചാര സംവിധാനങ്ങൾ മുഴുവൻ ISI വിഴുങ്ങിയിരിക്കുകയാണ്, ISI ആണ് നമ്പി നാരായണനെ രക്ഷിച്ചെടുത്തതെന്നൊക്കെയാണ്. പുള്ളി ജെനുവിൻലി ഇത് വിശ്വസിച്ച് പറയുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം മാറ്റി നോക്കി, സാർ അങ്ങനെയല്ല, അതൊക്കെ അപ്രായോഗികമാണ്. പക്ഷേ അപ്പുറത്ത് വലിയൊരു ശത്രുവിനെ ഇമാജിൻ ചെയ്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ശ്രമിക്കുകയാണ്. അത് പല രീതിയിൽ. രാഹുലിന് സ്ത്രീകളുടെ വശം അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ നിരപരാധികൾ കേസിൽ പെട്ടിട്ടില്ലേ? അപ്പൊ അവരുടെ വശം മനസ്സിലാവാത്ത എന്താ? നിങ്ങൾ തിരിച്ചായിരിക്കും, ഒരുപാട് സ്ത്രീകളോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരിക്കും ഉദ്ദേശം. അല്ല, റിയൽ ആയിട്ട് പരാതികൾ ഉന്നയിച്ച സ്ത്രീകളുണ്ട്, വലിയ പ്രശ്നത്തിൽ. കണക്ട് ആ സ്ത്രീകളുമായിട്ട് വരാത്ത എന്താ? അല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്, പുരുഷനെതിരെ ഒരു ആരോപണം വന്നാൽ തന്നെ, ഇപ്പൊ നിവിൻ പോളിയുടെ കാര്യം എടുക്കാം, തർക്കമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നിവിൻ പോളിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടല്ലോ കള്ളമാണ്. ആ പെൺകുട്ടി പറയുകയാണ്, റേപ്പ് ചെയ്ത ദിവസം പറഞ്ഞത് മാറിപ്പോയി, ഉറക്കപ്പിച്ചില്ലെന്ന്. പറയുന്ന കാര്യത്തിന്റെ ഒരു അന്യായത്തിന്റെ ഒരു പരിധി വേണ്ടേ? ഇവരുണ്ടാക്കിയ കഥ എന്താണ്? നിവിൻ പോളി എന്റെ മൊബൈൽ എന്റെ കയ്യിൽ വെച്ച് കളിച്ചു, എന്റെ വീട്ടിൽ ക്യാമറ വെച്ചു,
എന്നിട്ട് അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു എന്ന് റെക്കോർഡിക്കലി തെളിഞ്ഞപ്പോ ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നു, പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. അപ്പോ അങ്ങനെ പുരുഷനെ കൊടുക്കാൻ ഒരു സ്പേസ് കിടപ്പുണ്ട്. ആ സ്പേസ് ആണ് പലരും ദുരുപയോഗം ചെയ്യുന്നത്. സുനിതാജിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം, സുനിതാജിക്ക് കൺവിൻസ് ആവുന്ന ഒരു പോയിന്റ് കൂടെ പറയാം. നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത്, ഇപ്പൊ സിദ്ദിഖ് കാപ്പനെ 1.5 വർഷം സിദ്ദിഖ് കാപ്പനെ ഒരു കാര്യമില്ലാതാണ് ജയിലിൽ കിട്ടും, ഒരു കാര്യമില്ലാതെ. സിദ്ദിഖ് കാപ്പനെ അനുകൂലിച്ചതിന് ഒരുപാട് വലതുപക്ഷ മീഡിയ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കാശ് മേടിച്ച പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിദ്ദിഖ് കാപ്പന്റെ മോളുടെ ഒരു പ്രസംഗം കേട്ടു, ആവേശം തോന്നുന്ന പ്രസംഗമാണ്, ഭാരത് മാതാക്കി ജയിലും ജയ്യും തോന്നൊക്കെ പറയുന്നത്. ഒരിക്കൽ ഞാൻ പറയാറുണ്ട്, എന്റെ മോന് ആ രാജ്യസ്നേഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് അച്ഛൻ ജയിലിൽ കിടക്കുമ്പോഴും ഈ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞെങ്കിൽ അവളുടെ കാല് തൊട്ട് തൊടണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞായിട്ടേന് മുസ്ലിങ്ങളുടെ നിന്ന് കാശ് മേടിച്ചാണ് ഞാൻ സിദ്ദിഖ് കാപ്പനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ സിദ്ദിഖ് കാപ്പന്റെ ശ്രദ്ധിച്ചോന്നറിയില്ല, സിദ്ദിഖ് കാപ്പന്റെ വൈഫ് ടി വിയിൽ പബ്ലിക്കലി പറഞ്ഞു എനിക്ക് രാഹുൽ ഈശ്വറിനോട് സംസാരിക്കണം എന്നാണ്. റെയ്ഹാന എന്നാണ് മാഡത്തിന്റെ പേര്, സംസാരിക്കണം. ഞാൻ അവരോട് പിന്നീട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ എന്നിട്ടൊരു കമന്റ് പറഞ്ഞേനെ നമ്മുടെ NS മാധവൻ സാറൊക്കെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ സവർണ ഹിന്ദു പേരുള്ള ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾ എൻഗേജ് ചെയ്യണം, എന്നിട്ട് വേണം സുപ്രീം കോടതിയിൽ പോകാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. NS മാധവൻ സാറൊക്കെ വിമർശിച്ചു. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ പറഞ്ഞതിന്റെ പ്രായോഗികതയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർക്ക്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അതൊരു സന്തോഷമാണ്. കുറച്ചു കാലം സിദ്ദിഖ് കാപ്പൻ ജയിലിൽ കിടന്നാൽ അവർക്ക് ഒരു ത്രില്ലാണ്. അവർ ദ്രോഹിക്കത്തൊന്നുമില്ല, സിനിമയെ കാണുന്ന പോലെ നീ മുസ്ലിം അല്ലേടാ എന്ന് പറഞ്ഞ് ഇടിക്കത്തൊന്നുമില്ല. റൈഹാന ചേച്ചിയോട് ചോദിച്ചാൽ മതി. പക്ഷേ മുസ്ലിങ്ങളെ പരമാവധി മെനക്കെടുത്തുന്നതിലാണ് അവർക്ക് സന്തോഷം. അതേപോലെ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും പുരുഷന്മാരെ കുറിച്ച് മെനക്കെടുത്തുന്നതിലാണ് സന്തോഷം. ആ മെനക്കേട് കൊണ്ട് എന്തൊക്കെയോ തങ്ങൾ അച്ചീവ് ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ വേറെ എല്ലാം മാറ്റി വെച്ച് ചോദിക്കാം, ശ്രീ മുകേഷ് CPM കാരനാണല്ലോ, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ അനുഭവമില്ല. ശ്രീ മുകേഷ് എന്ത് ചെയ്തു എന്നാ പറയണേ? 7-8 പേർക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു സ്ത്രീ ആ മുകേഷിനോട് 10,000 രൂപ ചോദിച്ചു, 1,00,000 രൂപ ചോദിച്ചു, പല രീതിയിൽ ചോദിച്ചു. ഇവര് മുകേഷ് എന്നെ വന്ന് പീഡിപ്പിച്ചു. ബാലേന്ദ്ര മേനോനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? അപ്പം വെളിയിൽ പറയാൻ പോലും പറ്റില്ല, ചുമ്മാ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ നാളെ പ്രശ്നം എന്താ അറിയാമോ? രാഹുൽ ഈശ്വറിനെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ആളിനെതിരെ വന്നാല് എന്റെ ജോലി പോവും, എന്റെ മാനം പോവും, ആ സ്ത്രീ ആരാന്ന് പോലും ആരും അറിയില്ല. അപ്പം ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. ഒറ്റ വരിയിൽ അതിന്റെ സൊല്യൂഷനും പറയാം. അതിജീവിതയുടെ പേര് പുറത്തു പറയാത്തതുപോലെ പുരുഷന്റെ പേരും അറ്റ്ലീസ്റ്റ് കോടതി കുറ്റക്കാരനാണെന്നോ കോടതിയിൽ കേസ് വരുന്നത് വരെയെങ്കിലോ നമ്മുടെ മാധ്യമങ്ങളും വെളിയിൽ പറയും. അതൊരു തത്വം. വിജയബാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ വിജയബാബുവിനെ വിളിച്ചു പറഞ്ഞു ആ പ്രത്യേക പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ശരിയായില്ല. വിജയബാബു എന്നിട്ട് ആ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞു, പുള്ളി ജോർജി എന്നൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു താങ്കളുടെ കൂടാണ് ഞാൻ പൂർണ്ണമായിട്ട്, പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ ശരിയായില്ല. പുള്ളി എന്താ പറ്റുന്നതെന്ന് അറിയാമോ? രഞ്ജൻ ഗൊഗോയ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, പുള്ളിക്കെതിരെ ഒരു വനിത ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെ ആരോപണം കേൾക്കുമ്പോൾ പുരുഷൻ വീക്കായി പോവും. നമ്മുടെ സ്വന്തം അമ്മയുടെയും മുത്തശ്ശിയുടെയും സഹോദരിയുടെയും മകളുടെയും മുഖത്ത് നോക്കാൻ പറ്റാതായി പോവും. കള്ളമായിരിക്കും, വെറുതെ ആയിരിക്കും. പക്ഷെ സുനിതാജി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്കെതിരെ അങ്ങനെ ആരോപണം വന്നു എന്നിരിക്കട്ടെ, 10 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഞാൻ എങ്ങനെ ഇല്ലെന്ന് തെളിയിക്കും? ഞാൻ അതായത് ഇപ്പൊ എന്താ 2024 2004 രാഹുൽ ഈശ്വർ ഇപ്പൊ എല്ലാ പൊസിഷനിലും രാഹുലിനെ നിർത്തിയിട്ട് ആണ് ഈ വിഷയങ്ങൾ കാണുന്നത്. ഇപ്പൊ എനിക്കെതിരെ ആരെ വേണമെങ്കിൽ നിർത്തിക്കും, ആരെ വേണമെങ്കിൽ നിർത്തിക്കും. കേസാണെങ്കിലും എങ്ങനെ അല്ല, ഞാൻ ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഷ്യൂ ആണ്. പക്ഷെ ചെയ്തിട്ടില്ലെങ്കിലേ ഹൗ ക്യാൻ ഐ പ്രൂവ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഡു? രാഹുലിന്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചാണല്ലോ ഇതിൽ അഭിപ്രായം അല്ല, പറയുന്നത്. ഒരിക്കലും അല്ല. അവിടെയാണ് നമ്മൾ പറയുന്ന ഒറ്റ ബാലൻസ് ഇതാണ്. കോടതി കുറ്റക്കാരനാണെന്നോ പോട്ടെ, പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നോ പറഞ്ഞാൽ മാത്രമേ അവരുടെ പേര് പറയാവൂ. അതൊരു സേഫ് പൊസിഷൻ അല്ലേ? പ്രഥമ ദൃഷ്ടിയാണെങ്കിലും ഇവരുടെ കേസ്. പക്ഷെ അതിലും രാഹുല് ആ പൊസിഷൻ ഇപ്പൊ പ്രമുഖ ഒരു നടിയെ പീഡിപ്പിച്ച വലിയ കേസില് രാഹുല് കോടതി കുറ്റക്കാരനാണെന്നും പോലീസിന്റെ പല പല തെളിവുകളും ഡോക്യുമെന്റും ഒക്കെ വന്ന കേസിലും രാഹുല് നടൻ നിരപരാധിയാണെന്ന് സ്റ്റാൻഡ് എടുത്തിട്ടില്ല. എനിക്ക് തുറന്നു പറയാൻ, ശ്രീ സിദ്ദിഖിന്റെ കാര്യമാണോ ദിലീപിന്റെ കാര്യമാണോ പറയുന്നത് എനിക്കറിയില്ല. ദിലീപിന്റെ കേസിലൊക്കെ അല്ല, ശ്രീ ദിലീപിന്റെ കേസിലെ ഞാനത് 100%, അതായത് ഇത് പക്ഷെ രാഹുൽ സപ്പോർട്ടായിരുന്നു. അല്ല, 80 ദിവസം പുള്ളി എന്തിനാ ജയിലിൽ കിടന്നേ? നമ്മുടെ എല്ലാരും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഇവിടെ സുനിതാജിക്ക് കൺവിൻസ് ആവുന്ന ഒരു പോയിന്റ് പറയാം. 4 പോലീസുകാരെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? 4 പോലീസുകാരെ ശ്രീ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ആ കേസ് എന്തായി? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. പ്രൈമറി ഇതാണ്, ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു പരാതി ഉന്നയിച്ചാൽ രാഹുൽ ഒറ്റയടിക്ക് ഈ പുരുഷന്റെ കൂടെ നിൽക്കുന്നു. ഒരിക്കലുമല്ല. എന്റെ ഏക റിക്വസ്റ്റ് മെൻ ടൂവും വേണം. ഏതെങ്കിലും സ്ത്രീ പരാതി പറഞ്ഞ സ്ത്രീകൾക്കൊപ്പം നിന്ന് ഏതെങ്കിലും കേസ് ഉണ്ടോ? അല്ല, പരാതി പറഞ്ഞ എനിക്കറിയില്ലല്ലോ.
അതായത് പരാതി പറഞ്ഞ സ്ത്രീ ശരിയാണ് പറയുന്നത് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? തെറ്റാണെന്ന് പക്ഷെ പറയുന്നില്ല. പുരുഷൻ പക്ഷെ നിരപരാധിയാണെന്ന് രാഹുലിന് അല്ല, അറിയാം. ആണെന്നല്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. അത്രേ ഉള്ളൂ സി സർ. എന്റെ പ്രശ്നം അപ്പൊ രാഹുൽ അല്ല, ഇപ്പൊ അങ്ങനെയല്ലേ വക്കീലായി പറയാം. കഴിഞ്ഞാൽ ഇതുപോലെ നിരപരാധികളാണെന്ന് രാഹുൽ കരുതുന്ന പുരുഷന്മാരുടെ കേസാണോ പ്രധാനമായിട്ട് ഞാൻ ഫ്രീ വാദിക്കുക? ആയിട്ട് വാദിക്കും. ഫ്രീ ഞാനത് ആയിട്ട് ഫ്രീ വാദിക്കോ? ആയിട്ട് വാദിക്കുമെന്ന് മാത്രമല്ല, ഇത് എനിക്ക് അങ്ങനെ ഇപ്പം ആൾക്കാരുടെ പേരും പറയാൻ പറ്റില്ല. ഓ, എന്താ പറയുന്നത്, ടെക്നോ പാർക്കിലടക്കം ജോലി പോയ ആൾക്കാരെ അറിയാം. അതായത് ഇവര് റിലേഷൻഷിപ്പിലായിരുന്നു, പിന്നീട് ബ്രേക്കപ്പ് ആയി. ഇവൾ എന്ത്, ആ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ പയ്യൻ എന്റെ കൂടെ ഫിസിക്കൽ ട്രെയിനർ ആയിരുന്ന ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പയ്യൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. സി അതിന്റെ പ്രശ്നം ഇല്ലെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? സി അതൊരു വലിയ പ്രശ്നമല്ലേ? അതായത് രാഹുൽ എനിക്കെതിരെ ഒരു കരുതുന്നത് ആരോപണം ഇല്ലെന്ന് ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യും? സ്ത്രീകൾക്ക് അനുകൂലമായി കുറച്ച് നിയമങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് വേണ്ടെന്ന് രാഹുൽ കരുതുന്നുണ്ട്. അല്ല, സ്ത്രീകൾക്ക് അനുകൂലമാകണം നിയമങ്ങൾ, പക്ഷേ അത് പുരുഷ വിരോധത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. എന്റെ പൊസിഷൻ അല്ല, സുപ്രീം കോടതിയുടെ പൊസിഷനാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് പരിച കൊടുത്തിട്ടുണ്ട്, അതിനെ വാളായി ഉപയോഗിക്കരുത്. ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ, ഷീൽഡുകൾ നൽകിയിട്ടുണ്ട്, അതിനെ സ്വോർഡായി ഉപയോഗിക്കരുത്. സുനിതാജിക്ക് ഒരുപക്ഷെ എഗ്രി ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ നമ്മുടെ സോറി ഡൗറി ആക്ടും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. സി എന്താ പറ്റുക എന്നറിയാമോ? എന്നെ നോട്ടം കൊണ്ട് പീഡിപ്പിച്ചു. ശരിക്കും ഇത് സ്ത്രീ പോലും പറയുന്നതായിരിക്കില്ല, സ്ത്രീയുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ കേസ് ഇട്ടാലേ കേസ് നിൽക്കൂന്ന്. ഇപ്പൊ ഈ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു ക്ലോസിനെ കുറിച്ച് പലരും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ലിബറൽസിന്റെ ഒരു ഫേവററ്റ് ക്ലോസ് ആണ്. പക്ഷെ ശരിക്കും പല മാരിറ്റൽ മാരേജ് റേപ്പ് റിയലി ഉണ്ടല്ലോ, അതൊരു 100% റിയാലിറ്റിയാണ്. ഉണ്ട്, 100% ഉണ്ട്. അതിന്റെ സൊല്യൂഷൻ നമ്മുടെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസവും മാരിറ്റൽ എഡ്യൂക്കേഷനും ഫാമിലി എഡ്യൂക്കേഷനുമാണ്. ഇനി എന്ത് പറ്റുമെന്ന് ഞാൻ എന്റെ ദീപയുടെയും കാര്യം പറയാം. ഞാനും ദീപയും നാളെ അടികൂടിയിരിക്കട്ടെ. ദീപയുടെ അഡ്വക്കേറ്റ് ദീപയുടെ എന്ത് വരുന്നു പറഞ്ഞാൽ 2003 ഇവൻ മാരിറ്റൽ റേപ്പ് നടത്തി എന്ന്. നാളെ മാരിറ്റൽ റേപ്പ് ഒഫൻസ് ആയി കഴിഞ്ഞാൽ 2003 റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 7 വർഷം ജയിലിൽ കിടക്കണം. സി അതിന്റെ സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നാളെ ഒരു പക്ഷെ എങ്ങനെ ഭർത്താവ് അല്ലെങ്കിൽ രാഹുലിന്റെ ഈ പൊസിഷൻ ഒരു പ്രശ്നമുണ്ട്. കാരണം കുറെ സ്ത്രീകൾ തെറ്റായ പരാതി ഉന്നയിക്കുന്നുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കുറെ സ്ത്രീകൾ റിയൽ ആയിട്ടാണ് പരാതി പറയുന്നത്. പക്ഷെ രാഹുൽ 100%. ശരിക്കും എപ്പോഴും പുരുഷന്മാരെ കൂടെ നിൽക്കുന്നു, അതിൽ അല്ല, ചെറിയ പക്ഷേ സുനിതാജ്, ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, ഈ പുരുഷനെ എന്ത് ഡിഫൻസ് പറയാൻ കഴിയും? നമുക്ക് പരിചയമുള്ള എക്സ് എന്നൊരു ആളെ എടുക്കാം. ഇയാളുടെ ഒരു വൈഫ് നാളെ മാരിറ്റൽ റേപ്പ്, ഇന്നല്ല ഒരാളെ നാളെ അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ 100 ആളുകൾക്കെതിരെ പരാതി പറയുമ്പോൾ അതില് ഭൂരിപക്ഷ ആൾക്കാരും കുറ്റം ചെയ്തവരാണ് രാഹുൽ, അപൂർവ ആൾക്കാരേ ഉള്ളൂ അല്ല. അവിടെയാണ് എന്റെ ഏക സബ്മിഷൻ എന്താ അറിയാമോ? അത് കോടതി പറയുന്നത് വരെ, വിധിന്യായം വരുന്നത് വരെ, ലെറ്റസ് പ്ലീസ് കീപ് ഇറ്റ്, എന്താ പറയണേ, അവരുടെ പേര് പറയാതിരിക്കുക. രാഹുൽ ചാനൽ അവരുടെ പിടിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യും. അല്ല, ഞാൻ കാര്യം എന്തുകൊണ്ടാ? ചിലപ്പോ കോടതി വിചാരിക്കട്ടോ, ചാനൽ ചർച്ച കണ്ടെത്തിയിട്ടില്ല. കാണുമ്പോ ഈ സ്ത്രീകൾ കൊടുത്ത കേസിൽ പെടുന്ന പുരുഷന്മാരുടെ ഒരു ഭാഗ്യാണ് രാഹുലിന് എന്തെങ്കിലും പരാതി അല്ലല്ല, ഇനി ഒരു ഉണ്ടെങ്കിൽ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ എടുത്ത നിലപാടുകളല്ലേ പിന്നീട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും അടക്കം എടുത്തിട്ടുള്ളത്. നമ്മുടെ ശ്രീ നിങ്ങളൊക്കെ ദിലീപിന്റെ എടുത്തിട്ടുണ്ട്. കേസിൽ നോക്കിയാൽ മതി, ശ്രീ സിദ്ദിഖിന്റെ കേസിൽ നോക്കിയാൽ മതി. ഇപ്പൊ സുപ്രീം കോടതി എടുത്തത് നമ്മുടെ കോൺഗ്രസിന്റെ MLA അദ്ദേഹത്തിന്റെ കേസ് എടുത്ത് അവസാനം കേരള ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ചുമ്മാ സിനിമാ കഥ വന്ന് പറയുക എന്നാണ്. ശരിക്കും ഇത് ഈ പെൺകുട്ടിയുടെയും അല്ല, പ്രശ്നമല്ല, രാഹുൽ അവിടെയും കൂടെ. പക്ഷേ ഈ തെളിവൊന്നും നോക്കിയിട്ടല്ലല്ലോ സ്റ്റാൻഡ് എടുക്കുന്നത്. ഞാൻ രാഹുൽ കഴിയുന്നത്ര പറഞ്ഞ പോലെ പഠിച്ച് ഇൻഡ്യൂഷൻ എന്ന് അന്വേഷിച്ചേ പറഞ്ഞില്ലേ, പറയാറുള്ളൂ. ഇനി ഈ ഇൻഡ്യൂഷൻ ഒരു അല്ലെ? വരി കൂടെ സുനിതാജിക്ക് കൺവിൻസ് ആകുന്ന വരി പറയാം. യഥാർത്ഥത്തിൽ പല പരാതികളും ഈ പെൺകുട്ടി പറയുന്നത് പോലും അല്ല. പെൺകുട്ടി ഒരു അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് കേസ് ടൈറ്റ് ആക്കാൻ വേണ്ടി പറയുന്ന പരാതികളാണ്. അതായത് അഡ്വക്കേറ്റ് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി, ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്നാലും എന്റെ ക്ലയന്റിനെ ജയിപ്പിക്കലാണല്ലോ. അപ്പോ അഡ്വക്കേറ്റ് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറയും. ഉദാഹരണം, അവൻ എന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം അവന്റെ ഫോണിൽ വീഡിയോ എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതല്ലേ. ഇതിന്റെ പിന്നിലെ ടാക്ടിക് എന്താണെന്നറിയാമോ? ഈ ഫോൺ ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റവനെ തെളിയിക്കാൻ പറ്റും. അവൻ ഫോൺ കൊടുത്തില്ലെങ്കിൽ ഇവൻ ഫോൺ മറച്ചു വെക്കുകയാണെന്നും പറയാം. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ ഉദാഹരണമാകുന്ന ബാക്കി ആരെയും പറയാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കെതിരെ അങ്ങ് ഒരു അല്ല, പരാതി വന്നു. രാഹുൽ, രാഹുലിനെ ഉദാഹരണം ആക്കുന്നോണ്ടാണ് ഈ പ്രതിസ്ഥാനത്ത് വരുന്ന പുരുഷന്മാരുടെ ഈ അനുകമ്പ. അല്ലല്ല, അതുകൊണ്ടല്ല, ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ്. രാഹുൽ ഈശ്വർ 2015 എന്നെ പീഡിപ്പിച്ചിട്ട് രാഹുൽ ഈശ്വറിന്റെ മൊബൈലിൽ ഈ വീഡിയോ പകർത്തിയെന്നാണ് അവരുടെ അഡ്വക്കേറ്റ് പരാതി എഴുതി കൊടുത്തു എന്നിരിക്കട്ടെ. ഞാൻ പോലീസിനോട് പറയണം, സാറേ അങ്ങനെ ഒരു ഫോൺ ഇല്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയാന്നറിയാമോ? ഫോൺ മനഃപൂർവ്വം മറച്ചു വെച്ചു, ഇവന്റെ വീട് റെയ്ഡ് ചെയ്യണം. എന്താ, ഇതാണ് എന്റെ പ്രശ്നം. എനിക്ക് ഫോൺ ഇല്ലെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഉള്ള ഒരു കാര്യമല്ലേ. ഇതിനി ഒരു കാര്യം കൂടെ സുനിതാജി ശ്രദ്ധിച്ചു കാണും. ഈ ഒരു 4 ദിവസം മുമ്പ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു 2016 സിദ്ദിഖിന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സുനിതാജിയുടെ കയ്യിലുണ്ടോ 2018 ഫോൺ ചോദിച്ചാൽ? എന്റെ ഇല്ല. എന്തായാലും 2020 എന്റെ പോലീസ് കേസ് പെട്ടാ ഞാൻ കൊടുക്കൂല.
അല്ല അല്ല, ഒരു സെക്കൻഡ്. എന്റെ സത്യം പറഞ്ഞ എനിക്ക് കേൾക്കുന്നവർക്കുണ്ടോന്നറിയില്ല. 2020 ഫോൺ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ചിലപ്പോ നമ്മൾ കൊടുത്തു കാണും, നമ്മൾ മറന്നു പോകില്ലേ. അപ്പൊ സിദ്ദിഖിനോട് 8 വർഷം മുമ്പത്തെ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പുള്ളി എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും ഈ സാധനം? അപ്പൊ ഇത് വൺ രാഹുൽ സൈഡഡ് ശരിക്കും ആണ്. ഉണ്ടല്ലോ. ഞാൻ പറയാം. ഈ നാട്ടിലെ ഒരുപാട് കൊടും കുറ്റവാളികളായ പുരുഷന്മാരുണ്ട്. എല്ലാവരുടെ സ്ഥാനത്ത് രാഹുലിനെ കാണണ്ട കേട്ടോ. എല്ലാരും അങ്ങനെ ഇല്ലില്ല, അല്ല, കുറ്റവാളികളൊന്നല്ല. പല ആൾക്കാരും. അതുകൊണ്ടാണ് പൾസർ സുനി ശിക്ഷിക്കപ്പെടണം. കാര്യം എനിക്ക് അതിജീവിതയെ പൂർണ്ണമായും ബഹുമാനമാണ്. അവരുടെ അവസാനം ഇറങ്ങിയ സിനിമ പോലും നമ്മുടെ രാജേഷ് ജി ആണത് പ്രൊഡ്യൂസ് ചെയ്തത്, ലണ്ടനിലൊക്കെ ഉള്ള. ഞാൻ ആ ഫസ്റ്റ് ദിവസം തന്നെ ആ സിനിമയും പോയി കണ്ടിരുന്നു. അവർ കൂടുതൽ കൂടുതൽ സിനിമയിലേക്ക് വരണം. ജിഷ്ണു എന്റെ അടുത്ത സുഹൃത്തായിരുന്നു, നമ്മുടെ രാഘവൻ സാറിന്റെ മോൻ, നമ്മളിലൊക്കെ ഉണ്ടായിരുന്നു. ജിഷ്ണു ഒക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം, ഈ ദിലീപിനെ അനുകൂലിക്കുന്നവർ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? പരമാവധി സ്ത്രീകളെ അങ്ങ് മോശമാക്കും. ആ നടി മോശമാണ്, അവരത് ചെയ്തു ഇത് ചെയ്തു. അതൊരു ഡിഫൻസ് ആണ്. അതായത് പെൺകുട്ടിയെ കരിവാരി തേച്ച് കഴിഞ്ഞാൽ അവൾ മോശക്കാരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിന് രക്ഷപ്പെടാം. ഇത് വളരെ ചീപ്പായ ഒരു സ്ട്രാറ്റജിയാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. ലീഗൽ ഡിഫൻസുകൾ നമുക്ക് എടുക്കാം. അതിന് കോടതി അടക്കം സ്പേസ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആദ്യം എടുത്ത നിലപാടാണ് പിന്നീട് ട്രയൽ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കം ഈ സമീപനമാണ് കോടതികൾ എടുത്തത്. ആത്യന്തികമായ ഒരു 3 മാസത്തിനകം വിധി വരും. അന്നും എന്റെ ഇന്റർവ്യൂ ഇതേപോലെ ഒന്ന് എടുക്കണം. ആദ്യത്തെ ദിലീപ് അനുകൂലി ഞാനായിരുന്നു എന്ന് അന്ന് ഞാൻ ഒന്നുകൂടെ ഊന്നി പക്ഷേ പറയും. രാഹുൽ പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ രാഹുൽ ദിലീപ് അനുകൂലിയായി വരുമ്പോ PC ജോർജും ദിലീപ് അനുകൂലിയായി വരുന്നുണ്ട്. എന്തൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്? അപ്പൊ ഈ പറഞ്ഞ പ്രശ്നം അതിലുണ്ടല്ലോ. പിന്നെ കേസും കോടതിയും ജയിലും ആണല്ലോ സംസാരിക്കുന്ന ഒരു ചോദ്യം. രാഹുല് ശബരിമല കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. വലിയ സമര 5 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു, 2 പോരാട്ടങ്ങളൊക്കെ പ്രാവശ്യം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന ആളായിരുന്നു രാഹുൽ. പക്ഷേ കുറെ ഹിന്ദുത്വവാദികൾ അവസാനം രാഹുലിനെ തള്ളിപ്പറയും, രാഹുലിന്റെ സാന്നിധ്യം ഗുണകരമായില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. രാഹുൽ ആയിരുന്നു കുഴപ്പം എന്ന് അവര് പറഞ്ഞു. പക്ഷെ രാഹുൽ ഇപ്പൊ ചിന്തിക്കുമ്പോ 5-6 കൊല്ലമായി, രാഹുലിന്റെ സ്റ്റാൻഡ് ശരിയായിരുന്നു. അന്ന് ചെയ്തൊക്കെ തന്നെയാണോ ഇപ്പോഴും ചെയ്യാം? 100% യഥാർത്ഥത്തിൽ അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞതും ഇപ്പോ പല ആൾക്കാരും ശബരിമല വിധിന്യായം വന്നപ്പോ ചില ആൾക്കാർ മാനസികമായി തളർന്നുപോയി. ഇപ്പൊ NSSന്റെ അടക്കം ചില ആൾക്കാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു, വിഷമവും വേദനയും കാരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയും കോൺഗ്രസ് CPMും എല്ലാം ആദ്യം അതിനെ അനുകൂലിച്ചു. കാര്യം സുപ്രീം കോടതിയുടെ വിധിയല്ല, ഇനിയും മാറില്ല. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ അങ്ങനെ 4-1 എന്നുള്ള ഒരു വെർഡിക്റ്റ് മാറിയിട്ടില്ല. 2-1 വെർഡിക്റ്റ് മാറിയിട്ടുണ്ട്, 2-0 വെർഡിക്റ്റ് മാറിയിട്ടുണ്ട്. നമ്മുടെ പിന്നോക്ക റിസർവേഷൻ, ജാട്ട് അങ്ങനെ പല പറഞ്ഞു. 4-1 വെർഡിക്റ്റ് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് 100% ബോധ്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറയുന്ന സത്യമാണ്. അതായത് എന്താ, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം പറ്റില്ല, പ്രായമായ സ്ത്രീകൾക്ക്. വിശ്വസിക്കുന്നില്ല. എന്തോ ജെൻഡർ ജസ്റ്റിസ് വിശ്വസിക്കുന്നില്ല. അല്ല, എന്താ സിംഹാജി, ഇതൊരു ജെൻഡർ ജസ്റ്റിസിന്റെ വിഷയമല്ല. അതായത് ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എല്ലാ വർഷവും വരുന്നത്. യുവതികൾക്കൊരു പ്രായനിയന്ത്രണമുണ്ട്, അതിനെ അംഗീകരിക്കണ്ട. യുവതികൾക്കൊരു പ്രായനിയന്ത്രണമുണ്ട്, അത് അംഗീകരിക്കുന്നവർക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. പിന്നീട് സർവോപരി എനിക്ക് ഇത്ര ഉറപ്പുണ്ടായിരുന്നതിന്റെ കാരണം എനിക്ക് ശ്രീ ദീപക് മിശ്ര ചെയ്ത കള്ളത്തരം വളരെ പകൽ പോലെ വ്യക്തമായിരുന്നു. ശ്രീ ദീപക് മിശ്ര ഇത് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാനുള്ള ഒരു സ്പേസായി കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്ന് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിലൂടെ എനിക്ക് മനസ്സിലാക്കി. ആത്യന്തികമായി വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചില ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഇത്രയും വൈകാരികമായി തന്നെയായിരുന്നോ രാഹുൽ അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? എന്റെ അഭിപ്രായത്തിലെ പലതും മനഃപൂർവ്വമായിരുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് രസകരമായ ഒരു സംഭവം ഉണ്ട്, അത് സുനിതാജി കേട്ട് കാണും. എന്റെ നെഞ്ച് ചവിട്ടിയെ കയറും എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ എന്നെ അന്ന് ഈ ലെഫ്റ്റ് ചാനലുകൾ, കൈരളി, റിപ്പോർട്ടർ, പിന്നെ ന്യൂസ് 18 അന്നുണ്ടായിരുന്ന നമ്മുടെ പിന്നെ അദ്ദേഹം അടക്കം വിളിച്ചിട്ട് പറഞ്ഞു, രാഹുൽ ഞങ്ങളുടെ ചാനലിൽ വരുമ്പം കൂടി അതൊന്ന് പറയണേ. അപ്പൊ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയി. അതെന്താ അങ്ങനെ? അങ്ങനെ ഇതിനോട് യോജിക്കാത്തവരാണ്. എന്റെ നെഞ്ച് ചവിട്ടിയിട്ടേ കയറൂന്ന് ഞങ്ങളുടെ ചാനലിൽ വന്ന് പറയണേ. ഞാൻ ചോദിച്ചു, എന്താ ജി അങ്ങനെ പറയുന്നതിന്റെ റീസൺ? അത് കാരണം നാളെ നിങ്ങൾ തോക്കുമല്ലോ, തോക്കുമ്പം രാഹുലിനെ ട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ട് വീഡിയോ വേണ്ടിയാണ്. പക്ഷേ ഫുട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ജയിക്കുക. നീ അത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് 3-4 മാസത്തെ ശമ്പളം, ഞാൻ അന്ന് മാത്രമാണ് എന്റെ EMI അടക്കമുള്ള സാധനങ്ങൾ അടയ്ക്കാൻ പറ്റാതിരുന്നത്. ദീപ എന്ന ഒരു ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ദീപയ്ക്കെതിരെ പരാതി പോയി. ഞാനൊരു പ്രമുഖ ചാനൽ വർക്ക് ചെയ്യായിരുന്നു. ചാനൽ എന്നോട് ലീവ് എടുത്തൊരു 3-4 മാസം മാറാൻ പറഞ്ഞു. ഒരുപാട് സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. എന്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞു, എന്തായാലും നീ തോക്കാൻ പോവാണ്, ജയിക്കില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി ഒന്നും വന്നാൽ അതിനെ അതിജീവിക്കുക ഇമ്പോസിബിൾ ആണ്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം സ്വാമി അയ്യപ്പൻ പുതിയൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യായിരുന്നു എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നു. ഇനി അതിന്റെ ഒരു തെളിവും കൂടെ പറയാം. ഇന്ന് സുപ്രീം കോടതിയുടെ പൊസിഷൻ എന്താ? ശബരിമല
മുസ്ലിം വിഷയങ്ങൾ, ക്രിസ്ത്യൻ വിഷയങ്ങൾ, പിന്നെ നമ്മുടെ പാഴ്സി വിഷയങ്ങൾ, ഇതെല്ലാം കൂടി ഒരു ബെഞ്ച് തീരുമാനിക്കട്ടെ എന്നാണ്. ഇതാണ് സുപ്രീം കോടതിയുടെ വിഷയം. എല്ലാ മതപരമായ കാര്യങ്ങളും. ഇനിയും ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശബരിമല യുവതികൾ കയറിക്കോട്ടെ എന്ന് പറയൂ? ഇല്ല. ശരിക്കും സ്വാമി അയ്യപ്പൻ ആർട്ടിക്കിൾ 25 ഒരു പരിച തീർക്കുകയാണ്. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്വാതന്ത്ര്യം. അതിലൊരു പരിച അതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു അല്ലേ? അതാണ് സത്യം. ഇനി അത് രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട, ജി സുധാകരൻ സാറിനോട് ചോദിക്കൂ. ജി സുധാകരൻ സാർ കമ്മ്യൂണിസ്റ്റിന്റെ വളരെ മുതിർന്ന നേതാവാണ്. പത്മകുമാർ സാറിനോട് ചോദിക്കൂ. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ ബഹുമാനപുരസ്ഥൻ പറയാ, ഞങ്ങളെ പത്മകുമാർ സാറൊക്കെ വിഷമിച്ചതിന്റെ പകുതിയെ ഞാൻ വിഷമിച്ചിട്ടുള്ളൂ. ഇതിന്റെ വിഷയം എന്താ അറിയാമോ? ശബരിമലയെ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ നോക്കുകയാണ്. ഞാൻ സുനിതാജിയോട് ബഹുമാനപുരസ്ഥൻ രാഹുൽ ഓരോ അത് ബാലൻസിംഗ് അല്ല, അത് ബാലൻസിംഗ് അല്ല, അതാ വിധിയുടെ ഡിറക്റ്റ് കൊറോളറിയാണ്. അതായത് സുനിതാജി അത് ബാലൻസിംഗ് ആയിട്ട് കാണുന്നത് അല്ല, അത് ആ വിധിയുടെ ഡിറക്റ്റ് കൊറോളറി അല്ലെങ്കിൽ വിധിയുടെ ഡിറക്റ്റ് കോൺസിക്വൻസ് ആണ്. അതായത് ശബരിമല വിധി ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുകയാണെന്ന് ഹാർവേഡ് പ്രൊഫസറായ BJPയുടെ രാജ്യസഭ MP ആയ സുബ്രഹ്മണ്യ സ്വാമി അടക്കം തുറന്നു പറഞ്ഞിട്ടും അതിന്റെ പിന്നിലെ ചീത്ത രാഷ്ട്രീയം നമ്മുടെ ലെഫ്റ്റ് ലിബറലുകൾക്ക് മനസ്സിലാവുന്നില്ല. സുബ്രഹ്മണ്യ സ്വാമി എന്തെല്ലാം പറയണ്ടത്, നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ പുള്ളി പറയുന്ന കാര്യങ്ങളോ? അത് പിന്നല്ലേ. അതായത് ഇതിന്റെ പിന്നിൽ ഈ അൾട്രാ റൈറ്റ് വിങ്ങേഴ്സിന്റെ ഒരു താല്പര്യമാണ്. അതിന്റെ പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഒരു മാറ്റവും ഞാൻ പറയുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഇതെന്റെ പൊസിഷൻ അല്ല, ഇതാണ് ഫാക്ട് ഓഫ് ദി മാറ്റർ. ഇനി എപ്പോഴെങ്കിലും സുനിതാജിക്ക് പറ്റുമെങ്കിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കേരളത്തിലുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് പബ്ലിക്കലി ശബരിമലയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ നിന്ന് മാറ്റപ്പെട്ട ആളാണ്. അതായത് കുര്യൻ ജോസഫ് സാറ് കേസ് കേട്ടോണ്ടിരിക്കുന്ന ഒരു കേസിൽ ഒരു ദിവസം രാവിലെ ജസ്റ്റിസ് ദീപക് മിശ്ര പുള്ളിയെ മാറ്റുക. കുര്യൻ ജോസഫ് സാറിന്റെ ഇന്റർവ്യൂ എടുക്കണം. കുര്യൻ ജോസഫ് പബ്ലിക്കലി കോടതിയിൽ ചോദിക്കുന്നുണ്ട്, DTയുടെ താല്പര്യം അതാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്? അതുകൊണ്ട് എപ്പോഴെങ്കിലും കുര്യൻ ജോസഫിനോട് ചോദിക്കണം. കുര്യൻ ജോസഫ് പറഞ്ഞാലെങ്കിലും വിശ്വസിക്കണം. രാഹുൽ ഈശ്വർ പറഞ്ഞാൽ വിശ്വസിക്കണം, കുര്യൻ ജോസഫ് പറഞ്ഞാലെങ്കിലും വിശ്വസിക്കണം. നമ്മളുടെ ഈ അഭിപ്രായം എന്താണ്ട് അറിയാം, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും രാഹുലിന് ഒരു അഭിപ്രായം, എനിക്ക് വേറെ അഭിപ്രായമാണ്. അപ്പൊ രാഹുൽ പറഞ്ഞ പോലെ ഇത് എത്ര ചർച്ച ചെയ്താലും നമ്മള് പാരലൽ ലൈൻസ് ആണല്ലോ. പിന്നെ ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ എടുക്കണം. സുനിതാജിയുടെ നെഹ്റുവിയൻ പൊസിഷനാണ്, എന്റെ ഗാന്ധിയൻ പൊസിഷനാണ്. ഇത് ഗോഡ്സെയുടെ പൊസിഷനിലേക്ക് പോകരുത്, നേരെ മറിച്ച് അൾട്രാ നക്സൽ പൊസിഷനിലേക്ക് പോകരുത്. നമുക്ക് അർബൻ നാസികളും വേണ്ട, അർബൻ നക്സലുകളും വേണ്ട. സുനിതാജി എടുക്കുന്നത് ലെഫ്റ്റ് ലിബറൽ ആണ്, ഞാൻ എടുക്കുന്ന റൈറ്റ് കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഗാന്ധിയൻ റൈറ്റ് ആണ്. ഈ രണ്ട് പൊസിഷൻസ് തമ്മിൽ എന്നും ഒരു ഹെൽത്തി ഫുട്ബോൾ മാച്ച് കളിക്കുന്നത് നല്ലതാണ്. ഇത് തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകണം. അർബൻ നാസികളിലേക്കും അർബൻ നക്സലുകളിലേക്കും ഈ സാധനം പോകരുത്. നെഹ്റുവും ഗാന്ധിജിയും കൂടെ ഫൈറ്റ് ചെയ്യട്ടെ. ഇതിൽ ആര് ജയിച്ചാലും രാജ്യത്തിന് നഷ്ടമില്ല. നെഹ്റുജി ജയിച്ചാലും നഷ്ടമില്ല, ഗാന്ധിജി ജയിച്ചാലും നഷ്ടമില്ല. ഇത് രണ്ട് പൊസിഷൻസ് ആണല്ലോ. പക്ഷേ ഇപ്പുറത്തോട്ട് തീവ്ര വലതിലോട്ടും തീവ്ര ഇടതിലോട്ടും പോയാൽ അത് പ്രശ്നങ്ങളാവും. യോജിക്കുന്നൊന്നുമില്ല, പിന്നെ ഞാൻ മൂളുന്നു. യോജിക്കണ്ട, അതാണ് അതിന്റെ സൗന്ദര്യം. യോജിക്കാതെ വിയോജിക്കാനുള്ള ഒരു സെൻട്രിസ്റ്റ് സ്പേസ് ഉണ്ടാക്കുകയാണ് നമ്മൾ. അതായത് യോജിക്കണ്ട, പക്ഷേ ഈ സ്പേസ് നിൽക്കണം. അതായത് ഞാൻ സുനിതാജിയോട് നേരത്തെ എന്നോട് ചോദിച്ചു, രാമജന്മഭൂമി വിധിയിൽ നമ്മുടെ സായി ദീപക് അടക്കം 30,000 അമ്പലങ്ങൾ തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നവരാ. അവരെ പോലുള്ളവരുടെ സ്പേസിലേക്കേ പോകരുത്. അതായത് അതൊരു ഡിബേറ്റിംഗ് പോയിന്റ് പോലുമല്ല. ചില ആൾക്കാർ 3000 അമ്പലങ്ങൾ എന്ന് കള്ളം പറയും, ചില ആൾക്കാർ 30,000 അമ്പലങ്ങൾ എന്ന് കള്ളം പറയും. അങ്ങനെ കള്ളം പറയുന്ന ഒരുപാട് പേരുണ്ട്. മധുരയും കാശിയെങ്കിലും കിട്ടിയാൽ കൊള്ളാന്ന് വിചാരിക്കുന്നവരുണ്ട്. രണ്ടെന്ന് വിചാരിച്ചു ഇനി മധുരയും കാശിയും ഇനി ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനോടുള്ള വിശ്വാസവും നമ്മുടെ പരമശിവനോടുള്ള വിശ്വാസവും ഒന്നുമല്ല, ഒരു കോൺഫ്രണ്ടേഷൻ പോയിന്റ് ഉണ്ടാക്കുകയാണ്. ഈ കോൺഫ്രണ്ടേഷന് വേണ്ടി ഒരു പോയിന്റ് ഉണ്ടാക്കുകയാണ്. അത് വാവര് പള്ളിയാകാം, നാളെ ഏത് പള്ളിയാകാം. അതുകൊണ്ട് അതൊരു കോൺഫ്രണ്ടേഷൻ പോയിന്റ് ആണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ രാമജന്മഭൂമിയിൽ സമാജ്വാദി പാർട്ടിക്കാരൻ ജയിച്ചതിന് ശ്രീരാമനോട് നന്ദി പറയുന്നതാണ്. അത് ശ്രീരാമൻ കൊടുത്ത വിധിയാണ്. ഇനി അമ്പലത്തിന്റെ പേര് അടികൂടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രീരാമൻ കൊടുത്ത നല്ല കാര്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മുമ്പോട്ട് പോകാൻ. അപ്പൊ ആ ബാലൻസ് ആണ് അതിന്റെ സോൾ. അതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. ആ വിധിക്ക് ലീഗലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ ഈ രാജ്യത്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ സത്യം.